നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനേ യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ 11-ാം അധ്യായത്തിലെ 9-ാം തിരുലിഖിതം, സമുദ്രം ജലം കൊണ്ടെന്നതുപോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തി ഈ മണിക്കൂറിൽ ഈ സമൂഹങ്ങളുടെ മേൽ അത്ഭുതകരമായി കർത്താവ് വർഷിക്കുന്നു. 147-ാം സങ്കീർത്തനത്തിലെ 10-ാമത്തെ തിരുലിഖിതം, പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല, ഓട്ടക്കാരുടെ ശീഘ്രത്തിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരിലാണ് അവിടുന്ന് പ്രസാദിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എളിമപ്പെട്ട് വചനം കേൾക്കുന്ന ഒരു ഹൃദയമുണ്ടോ, അവിടെ കർത്താവിൻ്റെ അത്ഭുതമുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് അജോമി മരിയ ജോസഫ്. ഞാൻ പാലാരൂപതയിൽ അമ്പാറനിരപ്പിൽ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിലുണ്ടായിരുന്ന ഒട്ടേറെ തടസ്സങ്ങൾ ദൈവം മാറ്റിത്തന്നു. അങ്ങനെ ദൈവം എനിക്ക് തന്ന 2 അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞാൻ 10 മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കാലഘട്ടത്തിൽ വളരെയേറെ കഷ്ടപ്പെട്ട് പഠിക്കുമെങ്കിലും വേണ്ടത്ര റിസൾട്ട് ലഭിച്ചിരുന്നില്ല. ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റായിട്ട് നിന്നാൽ പോലും പബ്ലിക് എക്സാം ആവുമ്പോൾ മാർക്ക് താഴേക്ക് പോവും, 2ഓ 3ഓ സ്ഥാനത്തേക്കൊക്കെ ആയി മാറിപ്പോവും. ഇതിൽ ഒത്തിരി വിഷമം അനുഭവിക്കുകയും പീഡ അനുഭവിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പാലാ സെൻറ് തോമസ് കോളേജിൽ ഞാൻ MA ക്ക് ചേരുമ്പോൾ ഞാൻ കർത്താവിനോട് ആദ്യമേ പ്രാർത്ഥിച്ചത്, ദൈവമേ ഇങ്ങനെയൊരു അവസ്ഥ ഇനി എനിക്കുണ്ടാവരുതേ എന്നാണ്. അഭിഷേകാഗ്നി പ്രോഗ്രാം ശാലോം TV-യിലൂടെ സ്ഥിരമായി കാണുകയും ഓരോ അഭിഷേകാഗ്നി പ്രോഗ്രാമിലൂടെയും ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു റാങ്കിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ എന്നെ UGC നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യിപ്പിക്കണമേ എന്ന് കർത്താവിനോട് ഓരോ അഭിഷേകാഗ്നി പ്രോഗ്രാമിലും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ എഴുത്തിലൂടെയെങ്കിലും അത് സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ UGC നെറ്റ് എക്സാം ഞാൻ PG ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3rd സെമസ്റ്ററിന് ശേഷം എഴുതുകയും ഫസ്റ്റ് ചാൻസിൽ തന്നെ MA ഇംഗ്ലീഷിൻ്റെ കോഴ്സ് ചെയ്യുന്നതിനൊപ്പം തന്നെ പാസ്സാവുകയും ചെയ്തു. പിന്നീട് MAയുടെ റിസൾട്ട് അതിനുശേഷം ഒക്ടോബറിലാണ് വരുന്നത്. അങ്ങനെ MAയുടെ റിസൾട്ട് UGC നെറ്റ് എക്സാം എഴുതുന്നത് 2011 ഇവിടെ നടന്ന ഭരണങ്ങാനത്ത് നടന്ന അഭിഷേകാഗ്നി കൺവെൻഷനിൽ മുഴുവൻ പങ്കെടുത്തതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു UGC നെറ്റ് എക്സാം. ആ കുട്ടിയുടെ വിശ്വാസം നോക്കിയേ, ഈ 5 ദിവസം ഫുള്ള് ഇവിടെ കൂടിയിട്ട് പിന്നെ പോയി പിറ്റേ ദിവസം പരീക്ഷ എഴുതുക. അങ്ങനെ 23-ാം തീയതി വരെ 23-ാം തീയതിയിലത്തെ അഭിഷേകാഗ്നി പ്രോഗ്രാം ഞാൻ നെറ്റിലൂടെ വീട്ടിലിരുന്നാണ് കണ്ടത്. ബാക്കിയെല്ലാം ഇവിടെ വന്ന് തന്നെ സംബന്ധിച്ചു. അങ്ങനെ 24-ാം തീയതി എക്സാം എഴുതുകയും അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ നെറ്റ് പാസ്സാവുകയും ചെയ്തു. അതിനുശേഷം ഒക്ടോബറിൽ എൻ്റെ MAയുടെ റിസൾട്ട് വന്നു. MAയുടെ റിസൾട്ടിൽ ദൈവം എനിക്ക് 1ാം റാങ്ക് തന്ന് നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഒരു ധ്യാന കേന്ദ്രത്തിൽ എന്ന പോലെ ഒരു ഉണർവുണ്ടാകട്ടെ. കുടുംബം മുഴുവൻ ഒരുമിച്ച് എഴുന്നേൽക്കുക. സമൂഹങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കുക. നന്നായിട്ട് കൈകൾ ഉയർത്തുക. മനസ്സ് തുറന്ന് ഉറക്കെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഓ രാജാവേ, ആരാധന, ഗ്ലോറി, 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 ഗ്ലോറി. യേശുവേ, യേശുവേ, യേശുവേ. ഓരോ കുടുംബങ്ങൾ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. ഓരോ ജീവിതങ്ങളിൽ ഇടപെടണമേ കർത്താവേ. രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ. തളർന്നിരിക്കുന്നവരെ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. വിദ്യാർത്ഥിനെ അനുഗ്രഹിക്കണേ കർത്താവേ. ഓരോ കുടുംബങ്ങളും പൈശാചിക പീഡകൾ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. സർവ്വ നിരാശകൾ വിട്ടുപോകട്ടെ. ആത്മഹത്യ
ചിന്തകൾ വിട്ടുമാറി പോകട്ടെ. കുടുംബ കലഹങ്ങൾ ഛിന്ന ഭിന്നമാകട്ടെ. ഈ കുടുംബങ്ങളുടെ ഈ സമൂഹങ്ങളുടെ പരാജയം ആഗ്രഹിച്ച് നിലയുറപ്പിച്ചിരിക്കുന്ന നാരകീയ സേനകളെ, ദുരാത്മ സംഘങ്ങളെ ഇപ്പോൾ വിട്ടുമാറി പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. അഭിഷേകം നിറയട്ടെ, സമാധാനം നിറയട്ടെ, കൃപ നിറയട്ടെ, പ്രാർത്ഥന ചൈതന്യം നിറയട്ടെ, ആനന്ദമുണ്ടാകട്ടെ, ഐക്യമുണ്ടാകട്ടെ, തുറവി ഉണ്ടാകട്ടെ, പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ, മാനസാന്തര കൃപകൾ വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സ്വസ്ഥാനങ്ങളിലേക്ക് ഇരുന്ന് തുടർന്ന് നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് പ്രയോജനപ്പെടാതെ പോകുന്ന സുവിശേഷം എന്നതിനെ കുറിച്ചാണ്. ഹെബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 2-ാം തിരുലിഖിതം, അവർക്കെന്ന പോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. ഇന്ന് അനേകം വ്യക്തികളെ അച്ഛൻ വ്യക്തിപരമായി കണ്ടുമുട്ടുമ്പോൾ വളരെ കണ്ണുനീരിലും വേദനയിലും ദുഃഖത്തിലിരിക്കുകയാണ്. ഞാൻ അവരുടെ കാര്യങ്ങളെല്ലാം വിശദമായി കേട്ട് അവരോട് ചോദിക്കും, ഈ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രഘോഷിക്കപ്പെട്ട വചന ശുശ്രൂഷകളിൽ പങ്കെടുത്തിരുന്നോ? ധ്യാനങ്ങളിൽ പങ്കെടുത്തിരുന്നോ? അങ്ങനെയുള്ള ശുശ്രൂഷകളിലൊക്കെ പോകുമായിരുന്നോ? ദേവാലയങ്ങളോട് ബന്ധമുണ്ടോ? അവർ പറയും പോകുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷേ എന്താ, അവർക്ക് പ്രയോജനപ്പെടുന്നില്ല. അവർക്കതൊരു ജീവനായി മാറുന്നില്ല, സൗഖ്യമായി മാറുന്നില്ല. എന്താ കാരണം? വചനം പഠിപ്പിക്കുകയാണ്, അവർ കേട്ട വചനം അവർ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിശ്വസിക്കുന്നില്ല. നമുക്കായി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങളുടെ വിടുതലിന് വേണ്ടി, കടബാധകളിൽ നിന്ന് മോചനത്തിന് വേണ്ടി, പഠന മേഖലയിലുള്ള ബന്ധനങ്ങൾ അഴിയാൻ വേണ്ടി, കുടുംബ കലഹം മാറാൻ വേണ്ടി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ, കൊടുമ്പിരിക്കൊള്ളുന്ന കലഹങ്ങളും അത് ശമിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് കർത്താവ് തൻ്റെ വചനത്തെ അയക്കുന്നു. 107-ാം സങ്കീർത്തനത്തിലെ 20-ാം തിരുലിഖിതം, അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ വിനാശത്തിൽ നിന്ന് വിടുവിക്കുന്നു. വചനം അയച്ച് അവിടുന്ന് സൗഖ്യങ്ങൾ നൽകുന്നു. എന്നാൽ പലരുടെ ജീവിതത്തിലും അത് യാഥാർത്ഥ്യമാകുന്നില്ല. കാരണം ഈ ശുശ്രൂഷയെ അവർ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നില്ല. അവർ ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ കൃപാവരങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല, സ്വീകരിക്കുന്നില്ല, അതിനെ ആഞ്ഞു പുൽകുന്നില്ല. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഒരു വ്യക്തി ആ വ്യക്തിയുടെ അനുഭവം തന്നെ തുറന്നു പറയുകയുണ്ടായി. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പേര് കുസുമം, പാലാരൂപതയിലെ വയല ഇടവകയാണ്. ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചിരുന്നയാളാണ്. വചന പ്രഘോഷണങ്ങളോടോ ഈ കൈ ഉയർത്തിയുള്ള ആരാധന, സ്തുതിപ്പ്, ചാട്ടത്തിനോടോ ഒന്നും ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എൻ്റെ ദൈവമേ, നമ്മുടെ ഒരു ശത്രുവാണോ ഈ നിൽക്കുന്നത്? അതുപോലെ തന്നെ ഈ ഉച്ചത്തിലുള്ള സ്തുതിപ്പ് എനിക്ക് വളരെ അരോചകമായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ 2010 ഒക്ടോബർ മാസത്തിൽ ഒരു ദിവസം ഞാൻ TV ചാനലുകൾ ഇങ്ങനെ സ്കാൻ ചെയ്ത് പോകുമ്പോൾ അവിചാരിതമായിട്ട് ഷാലോം ചാനൽ എൻ്റെ ദൃഷ്ടിയിൽപ്പെടുകയും അവിടെ അഭിഷേകാഗ്നി പ്രോഗ്രാം നടക്കുകയുമായിരുന്നു. അപ്പോൾ അതിലൊരു സാക്ഷ്യമാണ് കേട്ടുകൊണ്ടിരുന്നത്. അത് കഴുത്തിന് താഴെ പൂർണ്ണമായിട്ട് തളർന്നു പോയ ആൻ്റണി എന്ന് പറഞ്ഞൊരു സഹോദരൻ്റെ അനുഭവ സാക്ഷ്യമായിരുന്നു. ആ ജില്യൻ ബാരിയർ സിൻഡ്രോം എന്ന അസുഖമായിരുന്നു. ആ വ്യക്തി മൊബൈൽ ഫോണിലൂടെ അട്ടപ്പാടിയിലെ ആരാധന കേട്ടപ്പോൾ സൗഖ്യപ്പെട്ടു എന്നാണ് ആ സാക്ഷ്യത്തിൽ പറഞ്ഞത്. അതിനെ വല്ലാതെ അമ്പരിപ്പിച്ച് കളഞ്ഞു. ഞാൻ 2 കൈയും എൻ്റെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു. അതിന് കാരണമുണ്ടായിരുന്നു. ഞാൻ നേഴ്സിങ്ങിന് പഠിക്കുന്ന കാലത്ത് ഇതേ അസുഖം ബാധിച്ച വളരെ ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ വൈദ്യശാസ്ത്രത്തിനൊന്നും ചെയ്യാൻ സാധിക്കാതെ മരിച്ചു പോകുന്നത് എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് വട്ടായിലച്ചൻ പ്രസംഗിച്ചൊന്നും ഞാൻ കേട്ടില്ല. പിറ്റേ ദിവസം നേരം എടുത്തപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. 4-5 വർഷമായി എൻ്റെ കാലിൻ്റെ മുട്ടിന് താഴോട്ട് പാദം വരെ ചൊറിഞ്ഞു പൊട്ടി ചോര പൊടിയുന്നൊരു അസുഖമുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായിരുന്നു. പല ചികിത്സയും ചെയ്തതായിരുന്നു. നോക്കിയേ,
ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് സൗഖ്യം തന്നെ ആ കർത്താവിനെ അന്വേഷിച്ച് ഞാൻ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കാൻ തുടങ്ങി. അപ്പോൾ അത്ഭുതകരമായി 3 വർഷമായി എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന വാതരോഗം വിട്ടുപോയി. എത്ര വർഷമായിട്ടുള്ള? 3 വർഷമായി. 3 വർഷമായിട്ട് നടന്ന കഠിന വാദപീഡ വിട്ടുപോയി. പിന്നീട് ഈ 3 വർഷക്കാലമായി 10ഓളം അത്ഭുതമായ ഇടപെടലുകൾ കർത്താവിന്റെ എന്റെ ജീവിതത്തിൽ ഇങ്ങോട്ട് അത്ഭുതങ്ങളുടെ ഒരു പെരുമഴ തന്നെ കർത്താവ് കുടുംബത്തിലേക്ക് അങ്ങോട്ട് നൽകി. ഇന്ന് എൻ്റെ ആശുപത്രി, എൻ്റെ മുറിയും എൻ്റെ ഡോക്ടർ അഭിഷേകാഗ്നിയിലൂടെ കേൾക്കുന്ന കർത്താവിന്റെ ജീവനുള്ള വചനവുമാണ്. യേശുവേ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ കേൾക്കണത്. എല്ലാ ദിവസവും ഈശോയെയും വചനത്തെയും ഹൃദയം കൊണ്ട് അങ്ങോട്ട് ആവേശത്തോടെ സ്വീകരിച്ച ഒരു സഹോദരിയുടെ ജീവിതവും അനുഭവമാണ് നമ്മൾ കേട്ടത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ദൈവവചനം ഒരു നിസ്സാര സംഗതിയല്ല സഹോദരങ്ങളെ. പറഞ്ഞോ. അതുപോലെ തന്നെ ഇന്ന് എല്ലാ ദിവസവും 3 വർഷമായി ഞങ്ങൾ സ്ഥിരമായി അഭിഷേകാഗ്നിയുടെ ഒരു എപ്പിസോഡ് 8:30 ഇവിടെ സ്റ്റാർ പ്ലസ് എന്ന് പറഞ്ഞ ഒരു ലോക്കൽ ചാനലിൽ കൂടെ വരുന്നുണ്ട്. പഴയ എപ്പിസോഡൊക്കെയാണ്. എല്ലാ ദിവസവും ഒരു എപ്പിസോഡ് ഞങ്ങൾ കുടുംബമായി കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. യേശുവേ, ദൈവം വളരെ വചനത്തിലൂടെ കുടുംബം ഇപ്പൊ ദൈവസ്തുതി ഇപ്പൊ ഒക്കെ നല്ല താല്പര്യം. ഇപ്പോൾ ഞാൻ ചാടിക്കൊണ്ടാണ് സ്തുതിക്കാറ്. എന്റെ ദൈവമേ, സ്തുതിക്കാറുണ്ട്. നിൽക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി കൺവെൻഷനിൽ ഈ സഹോദരിയുടെ ഈ ഒരു അനുഭവം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിരവധി വ്യക്തികളെ പിശാച് പീഡിപ്പിക്കുന്ന ഒരു പീഡയിൽ നിന്ന് ഈ സമയം കർത്താവ് വിടുതൽ നൽകി ജനത്തെ അനുഗ്രഹിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വ്യക്തിയുടെ അനുഭവത്തിൽ ആ വ്യക്തി ഏറ്റു പറഞ്ഞൊരു സംഗതി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ആദ്യം വിശ്വാസം ഉണ്ടായിരുന്നില്ല, ആദ്യം ബോധ്യം ഉണ്ടായിരുന്നില്ല, ഇതൊന്നും ഹൃദയം കൊണ്ട് അംഗീകരിക്കുമായിരുന്നില്ല, അന്ന് അനുഭവം ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്നാണോ ഹൃദയത്തിൽ എളിമപ്പെട്ടത്, എന്നാണോ ദൈവം ആ ഹൃദയങ്ങൾ തുറന്നത്, എന്നാണോ ബോധ്യം കിട്ടിയത്, അന്ന് തൊട്ട് ഈ ബൈബിൾ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ ഈ ദൈവവചനങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സൗഖ്യമായി, ഉണർവായി, അനുഭവമായി, അഭിഷേകമായി, ശക്തിയായി, കൃപയായി അങ്ങനെ രൂപാന്തരപ്പെട്ട്. നിസ്സാര സംഗതിയല്ല സഹോദരങ്ങളെ. ഇന്ന് വരെ നാം ശ്രവിച്ചിട്ടുള്ള നിരവധി വചന പ്രഘോഷണങ്ങൾ, നമുക്കായി കർത്താവ് അയച്ചിട്ടുള്ള തിരുവചന ശക്തി പലതും പാഴായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കുടികൊണ്ടിരുന്ന അന്ധകാര പീഡകളെക്കുറിച്ച് ഞാൻ നിങ്ങൾ തിരിച്ചറിയാതെ പോയതുകൊണ്ടാണെന്ന് ഇന്ന് നാം തിരിച്ചറിയണം. അപ്പോസ്തല പ്രവർത്തനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 44 മുതൽ 46 വരെയുള്ള തിരുലിഖിതങ്ങളിൽ ഇതുപോലെ ഒരു സംഭവം നാം കാണുന്നുണ്ട്. അവിടെ പൗലോസും ബർണബാസും സുവിശേഷം പ്രസംഗിക്കുന്ന രംഗങ്ങളെയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് വിവരിച്ചു തരുന്നത്. അടുത്ത സാബത്തിൽ ദൈവവചനം ശ്രവിക്കുവാൻ നഗരവാസികൾ എല്ലാവരും തന്നെ സമ്മേളിച്ചു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യഹൂദർ അസൂയ പൂണ്ട് പൗലോസ് പറഞ്ഞ കാര്യങ്ങളെ എതിർക്കുകയും അവനെ ദുഷിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ വൻ കൃപ സമൂഹത്തിലേക്ക് ദൈവം വർഷിക്കുകയാണ്. ആ കൃപ ആർക്ക് വേണ്ടിയുള്ളതാണ്? അവിടെ സമ്മേളിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടിയുള്ള കൃപയാണ് അവിടെ വർഷിച്ചത്. അവിടെ പ്രഘോഷിച്ച വചനം ആർക്ക് വേണ്ടിയുള്ളതായിരുന്നു? അവിടെ സമ്മേളിച്ച മുഴുവൻ ആളുകൾക്ക് വേണ്ടിയുള്ള രക്ഷയുടെ വചനങ്ങൾ അവിടെ പ്രഘോഷിച്ചത്. അത്യുന്നതമായ ശക്തിയുടെ വചനങ്ങൾ, വിടുതലിൻ്റെ വചനങ്ങൾ, സൗഖ്യത്തിൻ്റെ വചനങ്ങൾ, ഡെലിവറൻസിൻ്റെ വചനങ്ങൾ, ഉണർവിൻ്റെ വചനങ്ങൾ, അഭിഷേകത്തിൻ്റെ വചനങ്ങൾ. ആ കുടുംബങ്ങളിൽ എന്തൊക്കെ രക്ഷയും വിടുതലും ആവശ്യമുണ്ടോ അതിനുള്ള വചനങ്ങൾ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടു. അവിടെ സമ്മേളിച്ച മുഴുവൻ ആളുകൾക്കും വേണ്ടി തന്നെയായിരുന്നു സ്വർഗം അത് ചെയ്തത്. എന്നാൽ അവിടെ കൂടിയ ഒരുപാട് ആളുകൾ ഹൃദയം തുറന്ന് അത് സ്വീകരിച്ചപ്പോൾ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ചില ആളുകൾ വേഗാത്ത അരി പോലെ സമൂഹത്തിൽ കിടക്കുന്ന ചില ആളുകളുണ്ടല്ലോ, ചോറിനകത്ത് കിടക്കുന്ന കല്ല് പോലെ കിടക്കുന്നവർ, അങ്ങനെയുള്ള ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ വിചാരം എന്താ? വചനം ഞങ്ങളുടെ കയ്യിലുണ്ട്, ദൈവം ഞങ്ങളുടെ പോക്കറ്റിൽ കിടപ്പുണ്ട്, എല്ലാം ഞങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്, രക്ഷ ഞങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്, പുറത്തുനിന്ന് ഇനി വേറൊരാളുടെ വചനത്തിലൂടെ രക്ഷ ഇപ്പോഴത്തെ ആൾക്കാർ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇവാലുവേഷന് വന്ന കൂട്ടർ, നിരീക്ഷിക്കാൻ വന്ന കൂട്ടർ, അങ്ങനെയുള്ളവരുടെ മേൽ ദുർബാധ, അന്ധകാര ബാധ, കഠിന പീഡയായി അവരെ പിടികൂടി. ഈ ജനക്കൂട്ടങ്ങളെല്ലാം കണ്ടപ്പോൾ ഇവരുടെ ഹൃദയത്തിലേക്ക് അസൂയ അങ്ങോട്ട് കട്ടപിടിച്ച്, അസൂയ അങ്ങോട്ട് ബലപ്പെട്ട്, അസൂയ കൊണ്ട് ഈ ചില മരത്തിൻ്റെ മുകളിൽ ചില വള്ളിപ്പടലങ്ങൾ കയറി പൂത്തെറിഞ്ഞ് കിടക്കുന്ന മാതിരി അവരുടെ മേൽ അസൂയ കയറി പിടികൂടി അങ്ങോട്ട് പൂത്തൊലഞ്ഞ്, അങ്ങനെ അസൂയ പൂണ്ട് വിരളി പിടിച്ച് അവരെന്ത് ചെയ്തു?
ഈ വചനം പ്രഘോഷിക്കാൻ ദൈവം അയച്ച, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ വിടുതലിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ദൈവം അയച്ച പൗലോസിനെയും കൂട്ടരെയും അങ്ങോട്ട് ദുഷിക്കാൻ തുടങ്ങി. എതിർക്കുക, ദുഷിക്കുക, പരിഹസിക്കുക, പുച്ഛിക്കുക, ഇങ്ങനെയുള്ള ദുഷ്ടഹൃദയത്തിൽ നിന്ന് ഇതെല്ലാം അങ്ങോട്ട് പുറപ്പെടുകയാണ്. തുടർന്ന് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, 46-ാം തിരുലിഖിതം. പൗലോസും ബർന്നബാസും ധൈര്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു, ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കുക ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങളത് തള്ളിക്കളയുന്നത് കൊണ്ടും നിത്യജീവന് നിങ്ങളെ തന്നെ അയോഗ്യരാക്കി തീർത്തിരിക്കുന്നത് കൊണ്ടും ഇതാ ഞങ്ങൾ വിജാതിയുടെ അടുക്കലേക്ക് തിരിയുന്നു. അവരെന്താ ചെയ്തത്? ദുഷിക്കാനും അസൂയ കൊണ്ട് ഓരോ തരത്തിലുള്ള ദുഷ്ടത ഈ ദൈവ ശുശ്രൂഷകരുടെ മേൽ അവരങ്ങോട്ട് കീല് കോരി ഒഴിക്കുന്നത് പോലെ അങ്ങോട്ട് വാരി വിതറിയപ്പോൾ അവരെന്താ ചെയ്തത്? ആർക്കാ നഷ്ടം വന്നത്? അവരുടെ തന്നെ നിത്യജീവന്റെ വാതിൽ അവർ കൊട്ടിയടച്ച്, അവരുടെ തന്നെ നിത്യരക്ഷയുടെ വാതിൽ അവർ കൊട്ടിയടച്ച്, അവരുടെ തന്നെ രക്ഷയ്ക്കുള്ള വാതിൽ അവർ കൊട്ടിയടച്ച്, അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ സകല പദ്ധതികളെയും അവർ ഒരു ഇൻഡു മാർക്കറ്റ് അങ്ങോട്ട് പൂട്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ രക്ഷയുടെ വചനം അവരിൽ നിന്നും മറ്റൊരു കൂട്ടരിലേക്ക് നീങ്ങിപ്പോവുകയാണ്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനത്തിൽ 14-ാം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള തിരുലിഖിതങ്ങളിൽ മറ്റൊരു ഭാഗവും നമ്മൾ കാണുന്നുണ്ട്. അവൻ ഇക്കോണിയത്തിലെ യഹൂദരുടെ സിനഗോഗിൽ പ്രവേശിച്ച് പ്രസംഗിച്ചു. യഹൂദരും ഗ്രീക്കുകാരും അടങ്ങിയ ഒരു വലിയ ഗണം വിശ്വസിച്ചു. വിശ്വസിക്കാതിരുന്ന യഹൂദർ സഹോദരർക്കെതിരായി വിജാതിരെ ഇളക്കുകയും അവരുടെ മനസ്സിനെ വിദ്വേഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. ഓക്കെ, ഇതാ മറ്റൊരു പീഡ. ഈ എവിടെ ചെന്ന് വചനം പ്രസംഗിച്ചാൽ അവിടെയുണ്ട് ഒരു കൂട്ടം ആളുകൾ. അവരെന്താ ചെയ്യണത്? അതൊരു കൊട്ടയ്ക്കകത്ത് എടുക്കാവുന്ന കുറച്ചുണ്ടാവുള്ളൂ. പക്ഷേ അത് നിങ്ങൾ എന്താ ചെയ്യണത്? അവർ ചെയ്യണത് ഇവരെ ബാക്കിയുള്ളവരെ കൂടെ ഇളക്കുക, അവരുടെ ഹൃദയത്തിൽ ഇവരെക്കുറിച്ചുള്ള വിദ്വേഷം നിറയ്ക്കുക, ഇവരെക്കുറിച്ചുള്ള ദുഷിവാക്കുകൾ പ്രചരിപ്പിക്കുക, കിംവദന്തികൾ പ്രചരിപ്പിക്കുക, എതിർവാക്കുകളെല്ലാം പ്രചരിപ്പിച്ച് ഇവരെക്കുറിച്ചുള്ള ആരോപണങ്ങൾ കൊണ്ടും പരിഹാസങ്ങൾ കൊണ്ടും നിന്ദാവചനങ്ങൾ കൊണ്ടും ദുഷിവാക്കുകൾ കൊണ്ടും ഇവരെക്കുറിച്ചുള്ള ഒരുപാട് പഴിവാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഇവരോടുള്ള വിദ്വേഷം നിറയ്ക്കുക. ഒരുപാട് പേര് ബൈബിൾ പഠിപ്പിക്കുകയാണ്, അനവധി പേര് വിശ്വസിച്ചു. എന്നാൽ ഈ കുറച്ച് പേര് അവർ അസൂയ പൂണ്ട് വിദ്വേഷം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ കൂടി വിദ്വേഷം കൊണ്ട് നിറച്ചു. 3-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, എങ്കിലും അവർ വളരെ നാൾ അവിടെ താമസിച്ച് കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇവരുടെ കൂടെയുണ്ട് എന്ന് സകല ജനങ്ങളും അറിയേണ്ടതിന് ഈ സഹോദരന്മാരുടെ കൂടെ, ഈ ശുശ്രൂഷകരുടെ കൂടെ, ഈ അപ്പോസ്തലന്മാരുടെ കൂടെ കർത്താവ് നിന്ന് കൃപയുടെ വചനത്തെ അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും കർത്താവിന് സാന്നിധ്യോടെ സ്ഥിരീകരിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് പേര് 5-10 പേര് 10-100 പേര് 100-1000 പേര് എതിർത്തു എന്ന് വിചാരിച്ച് അവിടെ കർത്താവിൻ്റെ പ്രവർത്തനം കുറയുമെന്ന് ധരിച്ചു വശാകരുത്. കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് കർത്താവ് കൃപ വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആരാണോ മനസ്സ് തുറന്ന് സ്വീകരിക്കുന്നത് അവരെല്ലാം രക്ഷ പ്രാപിക്കും, അവരെല്ലാം നിത്യജീവനിലേക്ക് കടന്നു വരും, അവരെല്ലാം അനുഭവം കൊണ്ട് നിറയും, അവരെല്ലാം സന്തോഷം കൊണ്ട് നിറയും, സുവിശേഷത്തിൻ്റെ ആനന്ദം കൊണ്ട് അവരുടെ എല്ലാ ഹൃദയങ്ങൾ നിറയും. എന്നാൽ എല്ലാ സ്ഥലങ്ങളിലും കാണുന്നതാണ് ഒരു നിശ്ചിത വിഭാഗം ആളുകൾ അവർ വിദ്വേഷം കൊണ്ട് നിറയുന്നു, അവർ വെറുപ്പ് കൊണ്ട് നിറയുന്നു, അവർ അസൂയ കൊണ്ട് നിറയുന്നു, അവർ അന്ധകാരം കൊണ്ട് നിറയുന്നു, അവർ ഭിന്നത കൊണ്ട് നിറയുന്നു. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഈ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ആത്മീയ ശുശ്രൂഷകൾ പങ്കെടുക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഗതി എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അന്ധകാര പീഡകളാൽ നശിച്ചു കൊണ്ടിരിക്കുന്നവരെ പോലെയാണോ നമ്മുടെ ഹൃദയം? അതോ ദൈവവചനത്തിനു മുമ്പിൽ ശിശുസഹജമായ നിഷ്കളങ്കതയോടെ ഹൃദയം തുറന്ന് രക്ഷയെ സ്വീകരിച്ച് ആനന്ദത്താൽ ഭരിതമാകുന്ന ജനങ്ങളെ പോലെയാണോ നമ്മുടെ ഹൃദയം? നാം പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 2-ാം അധ്യായം
അധ്യായം 37 മുതൽ 39 വരെ തിരുലിഖിതങ്ങളിൽ മറ്റൊരു രംഗം കാണുന്നുണ്ട്. ഇതാ പന്തക്കൊസ്താ നാളിൽ അപ്പോസ്തലന്മാരുടെ മേൽ ആത്മാവിൻ്റെ ശക്തി കൊടുങ്കാറ്റ് പോലെ വീശി. അവരെല്ലാം അഗ്നിനാളങ്ങൾ കൊണ്ട് നിറഞ്ഞ് ആത്മീയ അഭിഷേകം കൊണ്ട് നിറഞ്ഞു. പത്രോസ് മറ്റ് 11 പേരോടൊപ്പം എഴുന്നേറ്റ് ഒന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. അത്രയ്ക്കും പ്രകടമായ ദൈവശക്തിയോടെ പത്രോസ് ലീഗായി അങ്ങോട്ട് പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ജനങ്ങളിൽ വലിയൊരു ഭാഗം ജനങ്ങളിൽ എന്ത് സംഭവിച്ചു? ഹൃദയ നിഷ്കളങ്കതയുള്ളവരിൽ എന്ത് സംഭവിച്ചു? അതാണ് 2-ാം അധ്യായം 37 മുതൽ 39 വരെ തിരുലിഖിതങ്ങൾ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളത് തന്നെ. ഒരു കൂട്ടം ജനങ്ങൾ ഹൃദയം നുറുങ്ങി, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ രക്ഷയെ സ്വീകരിച്ച് സന്തോഷം കൊണ്ട് നിറഞ്ഞു തുള്ളിച്ചാടുകയാണ്. അപ്പോൾ മറ്റൊരു കൂട്ടം ആളുകളുടെ ഹൃദയത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു? അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ചിലരാകട്ടെ അവരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇവർ പുതുവീഞ്ഞു കുടിച്ച് ഇവർക്ക് ലഹരി പിടിച്ചിരിക്കുന്നു. നോക്കുക, ഒരേ സമൂഹത്തിൽ ദൈവം എല്ലാവരുടെ മേൽ കൃപ വർഷിച്ചു. എന്നാൽ ഒരു കൂട്ടം ആളുകളുടെ സ്ഥിതി എന്താ? അവർക്ക് പുച്ഛം, പരിഹാസം, നിന്ദ, ദുഷിവാക്കുകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും ഇതേപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. 2 കരങ്ങൾ ഉയർത്തി, ഓ നെറികേടിൻ്റെ, ഓ തിന്മയുടെ കൂടാരങ്ങൾ തകരട്ടെ. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതത്തിന്റെ അത്ഭുത ശക്തിയേ, ഓ മഹത്വത്തിന്റെ അത്ഭുത ശക്തിയേ, ഓ ഉന്നതത്തിന്റെ അത്ഭുത ശക്തിയേ, ഓരോ ഹൃദയങ്ങളിലും, ഓരോ സമൂഹങ്ങളിലും, ഓരോ കുടുംബങ്ങളിലും ഭക്ഷണത്വത്തിന്റെയും അബദ്ധത്തിന്റെയും സർവ്വപീഡകളും ഛിന്നഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവിന്റെ അത്ഭുതകരമായ നാമത്തിൽ ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തികളും വിടുതൽ പ്രാപിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് 2 കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഹൃദയഭാരങ്ങൾ സമർപ്പിച്ച് ഉറക്കെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.